ഇന്നത്തെ സോളോ വേഴ്സസ് സ്കൂൾ റാങ്ക് വെച്ചാണ് കാണാൻ പോകുന്നത്. എന്തായാലും നമ്മൾ കുതിരപ്പുറത്ത് നേരെ ഇറങ്ങാൻ പോകുന്ന ഫാക്ടറി ട്രോപ്പിലേക്കാണ്. എന്തായാലും അവിടെ ഇറങ്ങി കുറച്ച് മാസ് കാണിച്ച് പവർ കാണിച്ച് കില്ലൊക്കെ അടിച്ച് തകർത്ത് കൂട്ടുകാരുണ്ട്. സോ അതിന് ഒരു കാര്യം പറഞ്ഞാൽ അതായത് ഇന്നൊരു ചെറിയൊരു സെൻസിറ്റീവ് ഇഷ്യൂനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും അത് പറഞ്ഞതിന് മുമ്പ് വേറൊരു കാര്യം പറയാം. അതായത് ഫാക്ടറി ട്രോപ്പിൽ ഇറങ്ങി മാസ് കാണിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പറഞ്ഞാൽ ഓക്കെ, കുറച്ച് ടെക്നിക്ക് നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ കഴിയും. അതായത് ഞാൻ നേരെ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് നൈസായിട്ട് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് രണ്ടാമത്തെ ഒരു ടാങ്ക്, അതായത് നമ്മുടെ ആ ഒരു ഇറങ്ങുന്ന നടുക്കത്തെ ഹോൾ ഉണ്ട്, അതിനോട് അടുത്ത് നിൽക്കുന്ന ആ ഒരു ടാങ്കിന്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം ഇറങ്ങുന്നത്. ഓക്കെ, എന്തായാലും ഇറങ്ങിയ അവിടെ ഒരു ഫിസ്റ്റ് എടുക്കാനൊക്കെ പറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചോളം. എന്തായാലും എടുക്കുകയും ചെയ്യാൻ എന്റെ പൊന്ന് പോലെ എടുക്കും ഒരു ഹെഡ് വരെ. എന്തായാലും ഇന്ന് ബിരിയാണി വെച്ച് നമ്മൾ സന്തോഷിക്കും, കാരണം ആദ്യമായിട്ടൊക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് അവിടെ കയറി ഫിസ്റ്റ് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ നമ്മൾ ആ ഒരു ഫിസ്റ്റിന്റെ സ്കിൻ ഐ മീൻ നമ്മൾ ആ ഒരു എന്താണ് ക്യാരക്ടർ യൂസ് ചെയ്യും, നമ്മൾ ആ ഒരു ക്ലാൻ എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു സ്കിൽ ഉള്ളതുകൊണ്ട് മാത്രം നൈസായിട്ട് അടിച്ചു വരാൻ പറ്റും. ഓക്കെ, എന്തായാലും താഴെ നോക്കി കിടക്കുന്നവരൊക്കെ പട്ടക്കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. കാരണം നമ്മൾ ബൗണ്ടറി ടോക്കൺ നമുക്ക് AW കിട്ടുന്നുണ്ടായിരുന്നു. ഓക്കെ, അവർ AW വെച്ച് പോകുന്നവരെ വരുന്നവരെ എല്ലാവരും തല്ലിക്ക് വരുന്നുണ്ട്. അതുപോലെ മറ്റോമാരെ കിടിച്ചു വരുന്ന ആൾക്കാരൊക്കെ നൈസായിട്ട് നോക്കായി കിടക്കും. ആ നോക്കായി കിടക്കുന്ന നമ്മൾ നൈസായിട്ട് കുമ്മടിക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കില്ലിങ്ങൾ കിട്ടുന്നത്. ഓക്കെ, എന്നാലും ഒരുത്തരാണെങ്കിൽ അവിടെ നോക്കായി കിട്ടുന്ന ഒരുത്തനെ നൈസായിട്ട് ഞാൻ അവനെ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു കില്ലിന് കിട്ടി. അതുപോലെ താഴെ നോക്കാൻ പറ്റും, ഇപ്പോഴത്തെ സൈഡ് എല്ലാവരും നോക്കാൻ പറ്റും. അതായത് ക്ലോക്ക് ടവറിന്റെ സൈഡിലേക്കും പോസ്റ്റ് നോക്കിന്റെ സൈഡിലേക്ക് നമുക്ക് നോക്കാൻ പറ്റും. പിന്നെ നോക്കുകയാണെങ്കിൽ ഒരു കാട്ടുവാണെങ്കിൽ എണീറ്റ് ഇരുന്ന് അങ്ങനെ കിടക്കാൻ കാണാൻ പറ്റും. ഓക്കെ, നൈസായിട്ട് അവിടെ ഇരുന്ന് കാണിക്കുന്നുണ്ട്. ചത്താൽ ഈ ഒരു സമയത്ത് ടീം അപ്പ് അയക്കരുത്, കാരണം അത് വൻ ദുരന്തമായിരിക്കും. ഓക്കെ, വൻ ദുരന്തമായിരിക്കും ടീം അപ്പ് ആയാൽ. അതുകൊണ്ട് ഈ സ്ഥലം തല വെക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നത്. പൊന്നുമോനെ തല വെക്കും, പൊന്നുമോനെ തലവെക്ക് അങ്ങനെ പറ്റും. എന്റെ മോനെ അവര് എത്ര നേരം വെയിറ്റ് ചെയ്യുന്നു. കുറെ നേരം കൊണ്ട് വെയിറ്റ് ചെയ്തു. സാധനം നൈസർ പൊക്കുന്ന സമയത്ത് പ്രീഫർ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പൊ PC കത്ത് കളിക്കുമായിരുന്നെങ്കിൽ പ്രീഫർ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു. അതായത് അവൻ തലവെക്കാൻ ചാൻസ് ഉള്ള സ്ഥലത്തേക്ക് ചുമ്മാ വെടിവെച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഫോണിനകത്ത് ആയതുകൊണ്ട് നൈസായിട്ട് പെട്ടെന്ന് സ്വിച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സോ എന്നാൽ ഇമോട്ടൊക്കെ കാണിച്ച് അവനെ ടീം പോലെ ആക്കിയിട്ട് നൈസായിട്ട് അവനെ പൊക്കിയിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴേക്കും ആ കാട്ടുകാരെ കാണുന്നില്ല. എവിടെ അവർ കാട്ടുവാരെ അങ്ങനെ വിളിച്ചിക്കരുത് എന്റെ പൊന്നല്ലേ വേറെ. ഓക്കെ, അവൻ നൈസായിട്ട് താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നൈസായിട്ട് അവൻ പൊട്ടാന്ന് മനസ്സിലായി. ഓക്കെ, ഇപ്പോഴത്തേക്കും എന്റെ മോൻ ഒരുത്തനൊക്കെ എന്തായാലും ഇവൻ നൈസായിട്ട് ഇടിച്ചിടിച്ച് കൊല്ലാൻ വേണ്ടി നോക്കണ്ടേ. അവന് പിടിയിട്ടുന്നില്ല എന്റെ മോനെ. അവൻ കില്ലാടിയാണോ, നീ ഇത് കില്ലാടിയാണോ ഓടുന്ന വഴിക്ക് ഏതാടി. ഓക്കെ, നൈസായിട്ട് അടിച്ച് നോക്കായിട്ടുണ്ട്. പൊന്നു മോനെ ലൈക്ക് ചെയ്യാൻ പറടാ. ഈ ഗൈസ് ഇവൻ കിടന്ന് കാറുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പൊ ലൈക്ക് ചെയ്യാൻ പറ്റും. അവൻ കിടന്ന് കാറുന്നുണ്ടായിരിക്കും ഗൈസ്. അവന്റെ ഒരു കാർച്ച് കേട്ടെങ്കിലും ജസ്റ്റ് ഒരു ലൈക്ക് ഗൈസ്, ഒരു ലൈക്ക്. ഓക്കെ, നീ പറഞ്ഞില്ലേ പിള്ളേരോട് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു ഇതുവരെ ഗൈസ്. ഇപ്പം നീ പറഞ്ഞിട്ട് ലൈക്ക് ചെയ്യാതെ ഇപ്പോഴും കുറെ ആൾക്കാർ കാണുന്നുണ്ട്. പെട്ടെന്ന് ലൈക്ക് ചെയ്യാൻ പറഞ്ഞു. നിന്റെ കാലേ വരി പിറ്റേമേ എന്താ ഈ ഇമോട്ട് വേണം നിനക്ക് നീ ഏത് ഇമോട്ട് വേണ്ട MB40 ഇമോട്ട് വേണം. പിന്നല്ല വേറെ മാസൊക്കെ ഇവൻ കിടന്ന് കാറി കൂവുന്നതായിരിക്കും. ആരെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുമോ എന്ന് കാറി കൂവുന്നതായിരിക്കും. സ്വന്തം ഗൈസ് അവനെ കൂവി ഗസ് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യും. ഓക്കെ, എന്തായാലും അവനെ രക്ഷിക്കണമെങ്കിൽ ഗസ് ഒന്ന് ലൈക്ക് ചെയ്യുക. പക്ഷേ എന്ത് പറയാൻ. ഓക്കെ, അവന്റെ ആയുസ് അധികം ഇല്ലാന്ന് തോന്നുന്നു. പെട്ടെന്ന് ചത്തു വീഴും. ഏതായാലും ഗസ് ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ ഇമോട്ടൊക്കെ കാണിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞു. ഓക്കെ, എന്തായാലും ഞാൻ ഇന്നലെ എന്റെ കളക്ഷൻ വീഡിയോ അതായത് ഗൺ കളക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതിനകത്ത് വന്ന കുറെ കമന്റ് ഏതൊരു കാട്ടുവാണെന്ന് രണ്ടൊരു കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഇതിന് മാത്രം പൈസയൊക്കെ ഫ്രീ ഫയറിലേക്ക് മുടക്കില്ല, ഗെയിമിലേക്ക് മുടക്കേണ്ട കാര്യമുണ്ടോ, ഇതൊക്കെ വല്ല പാവങ്ങൾക്കും കൊടുത്തൂടെ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, അവർക്ക് ഒന്നേ പറയാവുള്ളൂ, ആരൊക്കെയാണ് ഈ പാവങ്ങൾ. ഓക്കെ, നിങ്ങൾ ആ ഒരു പാവം എന്ന് പറഞ്ഞ ആ ഒരു പൊസിഷൻ ഞാൻ നിന്നിട്ടുണ്ട്. സോ അപ്പോൾ എനിക്ക് ഒരുത്തരും ദാനം ചെയ്യാൻ വേണ്ടി വന്നിട്ടില്ല. ഓക്കെ, ഞാൻ ഉണ്ടാക്കുന്ന പൈസ മൊത്തം ഈ ഗെയിമിനകത്ത് തന്നെ ഉണ്ടാക്കുന്നത്. സോ എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ എൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ എനിക്ക് ഇഷ്ടമുള്ള സത്യം മുടക്കും. ഓക്കെ, അത് ചോദിക്കാൻ ഒരു മോനും വരണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. സോ ഞാൻ ഉണ്ടാക്കുന്ന പൈസ എനിക്ക് ഇഷ്ടമുള്ള രീതി ഞാൻ തോന്നിയ പോലെ ഉപയോഗിക്കും. അതാണ് എനിക്ക് പറയാവുള്ളൂ. കാരണം ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുക, രാവിലെ തൊട്ട് വൈകുന്നേരം നിങ്ങളൊരു പണി എടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്കൊരു ബിരിയാണി ഉണ്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പണിയെടുത്ത് ആ ഒരു പൈസ ഉണ്ടാക്കിയത്. സോ എന്നാലും ബിരിയാണിക്ക് വേണ്ടി നിങ്ങൾ ജസ്റ്റ് കടയിൽ പോയി നിൽക്കുന്ന സമയത്ത് ആ വഴിക്കൂടെ പോകുന്ന ഒരുത്തരം പറയും നീ ഇന്ന് ബിരിയാണി തിന്നണ്ട, നീ ചോറ് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് നിങ്ങൾ സമ്മതിക്കും ഇല്ലല്ലോ. അതേപോലെ തന്നെയാണ് എൻ്റെ കാര്യം. സോ എനിക്ക് ഇഷ്ടമുള്ള കാര്യത്തിന് വേണ്ടി ഞാൻ എൻ്റെ പൈസ ഉപയോഗിക്കും. സോ അതിനോട് ഒരുത്തരും ചോദിച്ചു വരാൻ പാടില്ല. സോ ആ ചോദിച്ചു വരുന്നവരുടെ എനിക്ക് ഒന്നേ പറയാവുള്ളൂ. ഓക്കെ, ഞാൻ ഒരു അലോക്ക് മേടിച്ച് അങ്ങനെ ഞാൻ പറഞ്ഞു. ഓക്കെ, ഞാൻ ഹോസ്റ്റലുള്ള സമയത്ത് ഞാൻ ഒന്നുമില്ലാത്ത സമയത്ത് എൻ്റെ 5 പൈസ ഉണ്ടായിരുന്നില്ല. ആ ഒരു സമയത്ത് ഞാൻ അലോക്ക് എന്ന ക്യാരക്ടർ വന്നു. ഓക്കെ, കൂട്ടുകാരന്മാരുടെ 10, 5, 50, 100 ഒക്കെ കടം മേടിച്ചിട്ട് ഇന്ന് തരാം നാളെ തരാം എന്നൊക്കെ പറഞ്ഞ് അത് കൂട്ടി വെച്ചിട്ടാണ് ഞാൻ അലോക്ക് മേടിച്ചത്. സോ ആ ഒരു വിഷം ഇല്ലെങ്കിൽ ആ ഒരു ബേസ് എനിക്ക് ഉള്ളതുകൊണ്ട് എത്ര പേർക്ക് നിങ്ങൾ തന്നെ പറയാം എത്ര പേർക്ക് ഞാൻ എന്തൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരിക്കലും പട്ടി ഷോ കാണിച്ചാൽ നിൽക്കാൻ വേണ്ടിയില്ല, ജസ്റ്റ് പൊക്കി പറയുന്നതല്ല, ജസ്റ്റ് അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ വന്ന് അങ്ങനെ കൊടുത്തൂടെ ഇങ്ങനെ കൊടുത്തൂടെ നീ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ കമന്റ് ചെയ്യുന്ന ആൾക്കാരുടെ അണ്ണാക്കി അടിക്കുന്ന പോലത്തെ വർത്തമാനം പറയാൻ എനിക്ക് അറിയാണ്ടല്ല, വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. കാരണം സാമാന്യം നല്ല രീതിക്ക് കൊണ്ടാണ് എനിക്ക് താല്പര്യം. ഓക്കെ, എന്തായാലും നമ്മൾ അതൊക്കെ പറഞ്ഞ് ഒരുപാട് ടോക്സിക് ആയ രീതിയിൽ പോകുന്നില്ല. സ്വന്തം നമ്മൾ വന്ന നമ്മൾ ആ ഒരു ക്ലോക്ക് നോക്കുമ്പോൾ ഒരു ആനക്കുട്ടി പട്ടിഷോ കാണിക്കുന്നത് എന്റെ പൊന്നെ ആനക്കുട്ടി ഇതിക്കടെ അമ്പടെ ജിഞ്ചാക്കി വന്ന് നോക്കുമ്പോഴത്തേക്കും എന്റെ പോലെ ഡബിൾ വെക്ടർ കാലൊക്കെ അവൻ അയച്ചിട്ട് ഡബിൾ വെക്ടറൊക്കെ വെച്ചിട്ടാണ് നിന്നത്. സ്വന്തം അവന്റെ കൈ കൊണ്ട് ചാത്ത് എന്തോ ഭാഗ്യം എന്ന് പറയാം, പടച്ചോനെ തീർന്നു വെച്ചൊക്കെ. എന്നാൽ അവിടെ നിന്ന് മെഡിക്കറ്റ് യൂസ് ചെയ്യുന്നില്ല. ഓഡിയോ 30 എടുത്ത് നോക്കുമ്പോഴത്തേക്കും എടുത്ത് ചാടി ഇതിലൂടെ വന്നാണ്. അപ്പോഴത്തേക്ക് ഒരു അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഓക്കെ, അപ്പൊ 2 പേരാണ്. ഓക്കെ ഗൈസ്, 2 പേരാണത്. ഒന്ന് ആനക്കുട്ടിയും ഒന്ന് മറ്റേ ആൾ. ഓക്കെ, എന്താ നമ്മുടെ മാഗിരിപ്പുണ്ട്. മാഗിനെ തന്നെ ബുള്ളറ്റ് 12 ആണ് ഏതാ റേഞ്ച്. ഓക്കെ, ഏതായാലും M4 വെച്ച് ആ ചാടുന്നവനെ അടിച്ചിട്ടുണ്ട്. സ്വന്തം ഇപ്പൊ ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് അവൻ ചെയ്യുന്ന മിസ്റ്റേക്ക് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. ഓക്കെ, അത് ഞാൻ എന്തായാലും പറഞ്ഞുതരാം. കാര്യം എന്താ വെച്ചാൽ നൈസിട്ട് അപ്പത്തേക്ക് ഓ മൈ ഗോഡ്. ഓക്കെ, നല്ല കാര്യം ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല. അപ്പത്തേക്ക് ചാടി കയറി ചാകാൻ വേണ്ടി തന്നെ ആ ഡബിൾ വെക്ടർ വാഴ ഐ മീൻ ആ ഒരു ആനക്കുട്ടി കയറി വന്നൊക്കെ. എന്നാലും കുഴപ്പമില്ല. ആ ഒരു കിൽ ഇഷ്ടപ്പെട്ട് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, എന്നാൽ ഞാൻ ഫസ്റ്റ് ഐ മീൻ ഈ ആനക്കുട്ടിക്ക് തൊട്ട് മുമ്പ് അതായത് നമ്മുടെ ആ ഒരു 7ാമത്തെ കില്ല് എങ്ങനെയായിരുന്നു ഞാൻ പറഞ്ഞുതരാം. അതായത് ആ ഒരു ഹൈറ്റിൽ നിന്ന് അവൻ എടുത്ത് ചാടിപ്പോൾ അവൻ ഓർത്തില്ല താഴെ ആയിക്കൊണ്ട്
ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ അവൻ റിഫ്ലെക്സ് ആയിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ചാടുന്ന സമയത്ത് നമ്മൾ നൈസായിട്ട് താഴെ ഒന്ന് ഇരിക്കും. ഓക്കെ, ഇരുന്നിട്ട് മാത്രം നമ്മൾ എണീക്കത്തുള്ളൂ. സോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇനിമി ആയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അടിച്ചവൻ കൊല്ലും. ഓക്കെ, അതാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. സോ അതേപോലെ ആനക്കുട്ടി നമ്മളെ കണ്ടുകൊല്ലൊക്കെ സ്പോട്ട് പോലെ ചെയ്തില്ല. ഓക്കെ, എന്നാൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് വണ്ടിയിൽ എവിടെ വണ്ടി ഓടുന്ന സൗണ്ട് വെക്കുന്നുണ്ട്. ഞാൻ നോക്കുമ്പോൾ ഒറ്റ വണ്ടി മാത്രമേ കാണുന്നുള്ളൂ. ഓക്കെ, ഒരു വണ്ടി മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഞാൻ വന്ന വണ്ടിയാണെന്ന് വിചാരിച്ചാണ് നിൽക്കുന്നത്. ഐ മീൻ ഞാൻ വണ്ടി എടുത്തിട്ടാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും നോക്കുമ്പോഴത്തേക്ക് അവിടെ സൗണ്ടിലാണ് കേൾക്കുന്നുണ്ട്. സൂപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് പട്ടച്ചൂന അതിനകത്ത് ആളുണ്ടോ? ഓ മൈ ഗോഡ്, സത്യം ഞാൻ കണ്ടിട്ടുണ്ടല്ല. സ്വന്തം കുഴപ്പമില്ല, സമയം അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാൽ അവനെ കൊണ്ട് ലൈക്ക് ചെയ്യാൻ പറയിപ്പിക്കാൻ അവന്റെ അടുത്തേക്ക് ഓടുന്നു. സോ അപ്പോഴത്തേക്ക് നൈസായിട്ടുണ്ടല്ലോ എന്തോ ഒരു ഭാഗ്യത്തിലാണ് കേസ്, എന്തോ ഒരു ഭാഗ്യത്തിലാണ് നൈസായിട്ട് എന്താണ് ഞാൻ ആ ക്ലൂ ഇടാൻ വേണ്ടി തൂക്കിയത്. ആ ഒരു ക്ലൂ നോക്കുമ്പോഴത്തേക്ക് 2 പേര്. ഓ മൈ ഗോഡ്, സീനൊക്കെ ഞാൻ ഒന്നും നോക്കാതെ വായും പൊളിച്ച് അങ്ങോട്ട് പോയിരുന്നെങ്കിൽ ഊമ്പാവ ആമ്പലായിട്ട് അവിടെ ഇരുന്നേനെ. ബട്ട് എന്നാലും എനിക്കിപ്പോൾ മനസ്സിലായി 2 പേരുണ്ടെന്ന്. സോ ഗൈസ് എവിടെ അവനാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുത്തരം അവിടെ നോക്കാക്കിയിട്ടുണ്ട്. സോ അവന്റെ ഡോട്ട് കാണിക്കുന്നുണ്ട്. എന്നാലും ആ ഒരു ക്ലൂ കാറ്റർ യൂസ് ചെയ്ത് ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, ജസ്റ്റ് ആ ഒരു കാറ്റർ യൂസ് ചെയ്ത് ഒരു മാച്ച് കളിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാൻ ചാൻസ് പറഞ്ഞുകൂടാണ്. ഓക്കെ, എന്നാൽ കേസ് അവനെ നോക്കുമ്പോൾ ഏതാണ് പെട്ടെന്ന് പേടിപ്പില്ല. സത്യം പറഞ്ഞാൽ പേടിച്ചാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇപ്പം നേരത്തെ ഒറ്റക്കൊറ്റയ്ക്ക് പാടാൻ ഞാൻ വരും. പക്ഷെ പെട്ടെന്ന് നമ്മൾ പേടിച്ചാൽ ഞാൻ പേടിച്ചു പോയി തീർന്നു. ഓക്കെ, നീനെ പേടിപ്പിക്കോ കാട്ടുവേട്? നീ പേടിപ്പിക്കോ? നിന്നെ രക്ഷിക്കാൻ ആരാടാ വരുന്നത്? എനിക്ക് കാണണം. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ആൾക്കാരെ വിളിക്ക്, നിന്റെ കൂട്ടുകാരന്മാരെ വിളിക്ക്. എടാ ഒന്നെങ്കിൽ നീ കൂട്ടുകാരനെ വിളിക്ക്, ഇല്ലെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. നീ ഏതാ പറയുന്നത്? നീ പറയടാ. ഒന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ, ഇല്ലെങ്കിൽ എന്താണ് നീ കൂട്ടുകാരെ വിളിക്കുക. അവൻ കൂട്ടുകാരെ വിളിക്കുന്നില്ലാന്ന് തോന്നുന്നു ഗൈസ്. എന്നാൽ അവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നില്ലെന്ന് തോന്നുന്നു ഗൈസ്. എന്താണ് അവൻ പറഞ്ഞത് എനിക്കറിയത്തില്ല. ഓക്കെ, അവൻ എന്താ പറയുന്നത് എനിക്കറിയത്തില്ല ഗൈസ്. നിങ്ങൾ അവന്റെ ഒരു രോദനം കേട്ടിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആൾക്കാർ, ഐ മീൻ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ്. ഓക്കെ, പറയടാ. അതിന് ചത്തുപോയോ? എന്റെ പോലെ വീരമർത്തി എന്ന് പറയാൻ പറ്റില്ല. ഏതോ കാട്ടുവാഴ ഇഞ്ഞി ചേച്ചി ചത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ നമ്മുടെ പീക്കിലേക്ക് പോകാൻ വേണ്ടി സിപ്പിനെ അടിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ ചാടുന്നുണ്ട്. ഓക്കെ, അപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി അവൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. കേട്ടുവാഴകൾ എന്റെ മോനെ. അവൻ പറഞ്ഞിട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരൊക്കെ മണ്ടന്മാരായോ? എന്റെ മോനെ. അവന്റെ എനിമി ഐ മീൻ അവന്റെ ടീമേറ്റിനെ വിളിക്കുകയാണ് ചെയ്തത്. സ്വന്തം സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സോ എന്നാലും സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് ഒരുപാട് നന്ദിയുണ്ട്. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പവർ കാണിക്കുക, മാസ് കാണിക്കുക, ഷെയർ കൂടി ചെയ്യുക. ഓക്കെ, എന്തായാലും ആ ഒരു കാട്ടുവാഴനെ കൊല്ലാൻ വേണ്ടി നല്ല വെടിവെക്കുന്നുണ്ട്. പക്ഷേ ഗൈസ് അവൻ നമ്മളെ കണ്ടിട്ടില്ല തോന്നുന്നു. ഓക്കെ, നേരത്തെ ഹൂങ്കും കിട്ടുപോയി അവനെ കൊല്ലാൻ പറ്റുമായിരുന്നു. പക്ഷെ നമ്മളെ മേഘ പിടിച്ച് പയ്യെ വന്ന് ആരെയാണ് മനസ്സിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്? അവൻ വേറെ ആരും നോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്റെ മോനെ പടുവാട് എന്ന് വെച്ചാൽ കാട്ടുവാഴ. ഓക്കെ, എന്നാലും അവൻ വേറെ ആരും നോക്കിക്കൊണ്ടിരിക്കുക. സ്വന്തം കിടക്കൻ കൊടിയെ കുത്തുണ്ട്. എന്നാൽ നീ നിന്റെ ടീമിനെ വിളിക്ക് മോനസെ. ഓക്കെ, അതിനുപോലൊക്കെ ഒന്നുമില്ല ഗൈസ്. ഈ മീഗവൻ നല്ലേലും ഇങ്ങനെയാണ്. ഓക്കെ, നൈസായിട്ടാണ് ഒരു ക്ഷമയില്ല. പെട്ടെന്ന് പറഞ്ഞ ആൾക്കാരെ കൊല്ലും. ബിക്കോസ് ഞാൻ മര്യാദക്ക് അവനെ കൊണ്ട് ലൈക്ക് ചെയ്യാൻ പറയിപ്പിച്ചായിരുന്നു ഗൈസ്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ എനിക്ക് പിള്ളേരോട് ഗൈസ് ലൈക്ക് ചെയ്ത് പവർ കാണിക്കുക കേസ്. എപ്പോൾ തന്നെ ലൈക്ക് പവർ കാണിക്കും. ഓക്കെ, എന്നാൽ അവർ നമ്മൾ പീക്കിലേക്കാണ് നമ്മൾ മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് നമ്മൾ പീക്കിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ പോകുന്ന ഒരിക്കലും എന്താണ് അശകുനം പോലെ, ഐ മീൻ ശകുനക്കേട് പോലെ ഒരുത്തിനെ കാണുന്നുണ്ട്. ആ ഒരു കാട്ടുവാഴ സത്യം പറഞ്ഞ് എനിക്ക് തന്നെ തീർന്നു കൂട്ടിയ. കാരണം M8 AW സംതിങ് ആയിരുന്നു. സോ എന്തായാലും ഒറ്റപടിയില്ല 2 പടി കൊണ്ട് അഥവാ അങ്ങനെ ഹെഡിങ്ങനെ കയറിയ ഊമ്പാവോ ആമ്പലാമ്പ നമ്മളവിടെ പെട്ട് കിടക്കും. ഓക്കെ, സോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് മാത്രമേ അവൻ്റെ അടുത്ത് നമ്മളൊന്ന് ജസ്റ്റ് അവൻ്റെ അടുത്ത് മുട്ടാൻ വേണ്ടി നിൽക്കുന്നുള്ളൂ. സോ അവൻ നൈസായിട്ട് ആ ഒരു ടവറിനെ മടക്കി നിൽപ്പുണ്ട്. ഓക്കെ, എന്തായാലും അവനെ പൊക്കാൻ പറ്റൂലെന്ന് എനിക്കത്തില്ല കേസ്. നമ്മളെന്തായാലും അവനെ കൊല്ലാൻ പറ്റൂല ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്തായാലും അവൻ്റെ അടുത്ത് M8 AW സംതിങ് ആണ് ഉള്ളത്. സോ എന്തായാലും നല്ല സൗണ്ടും കേൾക്കുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ തോന്നുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ ഈ ഓടുന്നത് അവനെ കൊല്ലാൻ വേണ്ടിയാണോ അതോ രക്ഷപ്പെട്ട് പോകാനാണോ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതായത് നമ്മുടെ വീഡിയോസ് റെഗുലർലി കാണുന്ന ആൾക്കാരൊക്കെ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. അതായത് പുലി പതുങ്ങുന്നത് ഒളിക്കാനല്ല കുതിക്കാൻ വേണ്ടി തന്നെയാണ് ഗൈസ്. അല്ല പിന്നെ ഓക്കെ, അവനെ കാലവാരി പിത്തേമീട്ട് തേച്ചൊട്ടിച്ച് റോട്ടുമേറ്റ് സ്റ്റിക്കർ ആക്കി എടുക്കാൻ വേണ്ടി നമുക്ക് അറിയാനിട്ടല്ല ജസ്റ്റ്. ഓക്കെ, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നവർ തന്നെയാണ്. സ്വന്തം ഫ്രീ ഫയർ പോലെ കുറച്ച് വെടി വെച്ചു, പക്ഷേ കുറച്ച് ഡാമേജ് മാത്രമേ കൊണ്ടുള്ളൂ. അപ്പോഴത്തേക്കാണ് അവിടെ ഇരുന്നിട്ടൊക്കെ. ആ ടവറിന്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ചാൽ നേരത്തെ എത്ര ഡാമേജ് കൊടുക്കാം. പക്ഷെ അപ്പോഴത്തേക്ക് ആ ഒരു എനിമി ഒന്ന് ഇരിക്കുവാണെങ്കിൽ നമ്മൾ ഊമ്പാവ ആമ്പലാമ്പൽ നമ്മൾ അത്രയും ഐ മീൻ നമ്മുടെ അത്രയും ബുള്ളറ്റ് വേസ്റ്റ് ആവട്ടോ. നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ ഗ്രോസൊക്കെ അധികം ബുള്ളറ്റ് ഒന്നുമില്ല. പക്ഷെ എന്നാലും അവനെ കൊല്ലണമെന്ന് വളരെ ആഗ്രഹം ഉണ്ടാക്കി. ജസ്റ്റ് അതുകൊണ്ട് മാത്രമാണ് നമ്മൾ വെച്ചിട്ട് മേളിലേക്ക് ആകുമ്പോഴല്ലോ ആ ടവറിന്റെ മണ്ടയ്ക്കുന്ന ഒരു സ്ലോപ്പ് രീതിയിൽ, അതായത് ചെറിയ രീതിയിൽ ഒരു വ്യൂ കിട്ടും. അങ്ങനെ കിട്ടിയ പൊന്നുമോനെ അവന്റെ മയ്യത്തൊക്കെ ഒന്നും നോക്കുന്നില്ല. നമ്മൾ യൂസ് ചെയ്ത് നടക്കുന്നത് കിട്ടുക്കം പോലത്തെ നമ്മൾ സ്കിന്നിങ് നമ്മൾ മാത്രമല്ല നമ്മളെ ലോറേനെ കൂടെ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് തോന്നുന്നു. കിട്ടുക്കം പോലത്തെ മീൻസ് അവന്റെ ബോഡി തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അവനെ ഹെഡ് അടിക്കാൻ പറ്റുമെങ്കിൽ എന്തായാലും ഹെഡ് അടിക്കണം. കാരണം പ്രീഫർ ചെയ്യുമ്പോൾ മിക്കൊരു ഹെഡാണ് കയറുന്നത്. പക്ഷേ ഗസ് വേറെ ലെവൽ ലെവലൊക്കെ ഒന്നും നോക്കുന്നില്ല, വേറെ ലെവലൊക്കെ നമ്മൾ മൊത്തം. അതായത് നിങ്ങളിപ്പോൾ ലോറൈ ക്യാരക്ടറൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. കാരണം വേറെ ഉള്ള മാസമാണ്. കാരണം ഒരു 10 പടി നോക്കുകയാണെങ്കിൽ ഇന്നത്തെ 10ൽ 9 മിക്കവാറും ബോഡി ഐ മീൻ അവന്റെ മേത്ത് തന്നെ ഉള്ളും. ഇപ്പം നമ്മൾ AK ആണെങ്കിൽ നല്ല കിടക്കം പോലത്തെ റീക്കോളുള്ള കാരണമാണ്. സോ അതിനകത്ത് ഒരു 10 പടി നോക്കുകയാണെങ്കിൽ 1, 2, 3, 4 മാത്രമേ മേത്തുള്ളൂ. ബാക്കിയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടുപോകും. സോ ആ ഒരു ഇഷ്യൂസ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ ആ ലോറ എന്ന ക്യാരക്ടർ യൂസ് ചെയ്തിട്ട് മാക്സ് ആക്കിയിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. സോ ലോറ ക്യാരക്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാർ ജസ്റ്റ് കമന്റ്. ഓക്കെ, എന്നാൽ ഈ സമയത്ത് വേറൊരു കാര്യം പറയാം. അത് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലാണ് കിടക്കാൻ പോലത്തെ ഒരു ഗീവ് നടക്കുന്നുണ്ട്. അതേപോലെ വേറെ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ആ ഒരു പ്ലാനിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോഴല്ല, ഒരു പ്രത്യേക രീതിയിൽ ഐ മീൻ
നമ്മുടെ റോഡ് ടു 1 മില്യൺ ആണ്. സോ എന്തായാലും അവർ എന്താ ഹാഷ്ടാഗ് വെച്ചിട്ട് നമ്മുടെ ഒരു പ്രൊമോ വീഡിയോ പോലത്തെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി തരുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഹാഷ്ടാഗ് ഒക്കെ യൂസ് ചെയ്ത് വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുടെ വീഡിയോ നമ്മൾ നമ്മുടെ ഒഫീഷ്യൽ ഇൻസ്റ്റാഗ്രാം പേജിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ അതിനെപ്പറ്റി ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അത് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കാട്ടുവാഴ നമ്മൾ കൊന്നു. സോ എന്തായാലും കാട്ടുവാഴ തന്നെയാണ്. ഓക്കെ, എന്നാൽ കാര്യം വേറൊരു ഒപ്പീനിയൻ നിങ്ങളോട് ചോദിക്കുന്ന ആഗ്രഹമുണ്ട്. കാരണം നമ്മുടെ ഇനി മുതൽ നമ്മുടെ വീഡിയോസിനകത്ത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും കൂടെ ആഡ് ചെയ്തതാണ് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം ചുമ്മാ കളിച്ച് മസ് കാണിച്ച് എന്റെ മോനെ സത്യം പറഞ്ഞ സാധനം തലയിൽ വരുന്ന വിചാരിച്ചൊക്കെ അവിടെ നിന്ന് അതിന്റെ മേലേക്ക് നോക്കുമ്പോഴത്തേക്ക് എന്റെ മോനെ അവിടെ ഭയങ്കര ഇട്ടൊക്കെ ഇതൊക്കെ കിടക്കുമ്പോഴത്തെ ഫൈറ്റ് എടുക്കാൻ കുമ്മടിക്കാൻ നോക്കുമ്പോഴത്തേക്കും ഗ്ലൂ ഔട്ട് ഏതാ ലെവൽ ഗ്ലൂ ആളൊക്കെ എന്തായാലും അവന്റെ ഒരു ഗ്ലൂ പൊട്ടിക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്രോസ് എനിക്ക് അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഗ്രോസ് ഒക്കെ അകത്ത് ബുള്ളറ്റില്ല തീർന്ന് നോക്കുമ്പോഴത്തേക്കും ഓക്കെ അത്യാവശ്യം 2 ബുള്ളറ്റും കിട്ടി. അതേപോലെ മറ്റേ ആ ഒരു ഗണ്ണുണ്ടല്ലോ, സോ മറ്റേ ഒരു ഐസിന്റെ ഒരു ഗണ്ണ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ അതായത് അത് വെച്ചാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ ലൂട്ടുന്നുണ്ട്, പക്ഷേ ഇവിടെ മൊത്തം ആൾക്കാരാണ് മൊത്തം ചെറിയ സോൺ ആയിട്ടുണ്ട്. അതായത് 7 വരെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് 13 കിലോ സംതിങ് എടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നാൽ ഞാൻ പറഞ്ഞത് ഇവിടെ ഇനി മൊത്തം ആൾക്കാരാണ്. ഇങ്ങനത്തെ ചെറിയ സോണിലൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ക്ലൂ ക്യാറ്റിന്റെ ഒരു ഉപയോഗം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. ഓക്കെ, ഓരോ നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു ഗ്ലൂ ആയിട്ട് ഇപ്പോൾ നൈസർ കുറച്ച് ഡാമേജ് കൊടുത്തായിരുന്നു. അവനെ കൊല്ലാൻ വേണ്ടി 1 റെയ്ഡ് 2 റെയ്ഡ് വേറെ മസക്ക് 1 ബോംബ് 2 ബോംബ് എവിടെ എന്റെ മോനെ അവൻ അതിനകത്ത് കയറുന്നൊക്കെ എന്നാൽ കുക്കി തെറിയാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും പടുവാട് അപ്പത്തെ സൈഡിൽ നിന്ന് അടിക്കുന്നൊക്കെ അവൻ ചെറിയൊരു ഗണ്ണ് ഐ മീൻ ആ പിസ്റ്റൽ വെച്ചാൽ തോന്നുന്നു അടിക്കുന്നൊക്കെ. എന്തായാലും അവിടുത്തെ ബുള്ളറ്റിംഗ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഒന്നും കുഴപ്പമില്ല അവനെ അടിച്ച് നോക്കാക്കി നൈസർ അവനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ലൈഫ് നോക്കാം പട്ടച്ചോനെ സീനൊക്കെ എന്റെ റബ്ബെ തീർന്നതിനൊക്കെ എന്തായാലും നമ്മളൊന്ന് മാറുന്നു. അതായത് നമ്മൾ നൈസർ ഒന്ന് മാറുന്നു. അവിടെ കിടക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ കിടക്കുന്നതിന്റെ ബട്ടൺ ഞാൻ ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കണം. ഓക്കെ, അതുകൊണ്ട് എനിക്ക് കിടക്കാൻ പറ്റാതിരിക്കുന്നത്. സോ എന്തായാലും ആ ഒരു ബട്ടൺ ഡിസേബിൾ ചെയ്തിട്ട് വെച്ചിരിക്കുന്ന ആൾക്കാരില്ലെങ്കിൽ ആ ഒരു ബട്ടൺ യൂസ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക. കാരണം ഞാനത് യൂസ് ചെയ്യാറില്ല, എനിക്ക് അതിന് ഉപകാരം വരത്തില്ലാന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു സമയത്ത് കിടക്കുവാണെങ്കിൽ ഗുമ്മായിരുന്നു തന്നെ, കാരണം 4 ഭാഗത്ത് നിന്ന് അടി നമുക്ക് കൊള്ളത്തില്ലായിരുന്നു. ഓക്കെ, എന്തായാലും അവന്റെ അടുത്തേക്ക് നൈസായിട്ട് ഗ്ലൂ വാൾ ഇട്ടിട്ട് ഗ്ലൂ വാൾ വീട് അങ്ങോട്ട്. ഓക്കെ, ഗ്ലൂ വാൾ ഇല്ലായിരുന്നു, ഐസ് ഗ്ലൂ ആയിരുന്നു. ഐ മീൻ ആ ഒരു ഗണ്ണായിരുന്നു ഉണ്ടായിരുന്നു. സോ എന്തായാലും അതിട്ടിട്ടൊക്കെ അതിട്ടിട്ട് നമ്മൾ നോക്കുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി അടുത്ത് മാഗും അതേപോലെ M80 ഉണ്ടായിരുന്നു. ഓക്കെ, കാട്ടുവാട് എന്നിട്ട് എന്താണ് ആ പിസ്റ്റൽ വെച്ച് അടിച്ചാൽ എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്തായാലും M80 വെച്ച് എനിക്ക് അടിച്ചത് എനിക്ക് സൗണ്ട് റെക്കഗ്നൈസ് ചെയ്യാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, കാരണം ഞാൻ ഇയർഫോൺ നൈസായിട്ട് ഒന്ന് മാറ്റിയായിരുന്നു. ഓക്കെ, എന്നാൽ നമ്മൾ പോകുന്ന എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഒരു കാട്ടുവാഴ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ആ ഒരു കാട്ടുവാഴനെ കൊല്ലാൻ വേണ്ടി പെടുന്ന പാട് കേസ് എനിക്ക് പോയി. ഓക്കെ, എന്തായാലും അവസാനം നമ്മൾ അവനെ കൊല്ലുന്നുണ്ടോ ഇല്ലെങ്കിൽ കമന്റ് ചെയ്യുക, കാരണം ഇനി അങ്ങോട്ട് മൊത്തം ടഫാണ്. ഓക്കെ, സത്യം പറഞ്ഞാൽ മൊത്തത്തിൽ ആ ഒരു സാൻഡ്വിച്ച് ആയിപ്പോയി, കാരണം ആ ഒരു സോണിനെ ഒരുമാതിരി സെന്ററിൽ ഇല്ലെങ്കിൽ ആ ഒരു സൈഡിലേക്ക് ആയിപ്പോയി. സത്യം പറഞ്ഞാൽ ഈ ഒരു പൊസിഷൻ ഒരിക്കലും നിന്ന് കളിക്കുന്നില്ല. ഓക്കെ, എന്റെ പൊസിഷൻ എന്താ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞാൻ എപ്പോഴൊക്കെ ഈ ഒരു ലാസ്റ്റ് സോണിലേക്ക് എത്തുമ്പോഴേക്കും ഏറ്റവും ഹൈറ്റ് കൂടിയ സ്ഥലത്തേക്കും, അതായത് ഇപ്പോൾ പീക്ക് ആണെങ്കിൽ പീക്കിന്റെ ആ ഒരു സൈഡിലേക്ക് പോകും, കാരണം അങ്ങനെയൊക്കെ നല്ലൊരു ആക്കിലേക്ക് നല്ലൊരു റേഞ്ച് കിട്ടുന്നതായിരിക്കും. സോ അത് ടെക്നിക്കാണ്, അതിനെപ്പറ്റിയുള്ള വീഡിയോസ് ഒക്കെ നമ്മൾ തരുന്നത്. ഓക്കെ, പിന്നെ സോൺ അതിനകത്ത് കയറിയപ്പോഴത്തേക്ക് ഐ മീൻ സ്പോക്കിനകത്ത് കയറിയപ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ ഞാൻ സോൺ ഔട്ട് ആയതുപോലെ ഞാൻ അറിഞ്ഞിട്ടില്ല. സോ എന്തായാലും അങ്ങനത്തെ ഒരു ദുരന്തം പിടിച്ച അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരുമാതിരി ദുരന്തം പിടിച്ചു. ഓക്കെ, എന്നാൽ നമ്മൾ പഠിച്ചാൽ അങ്ങോട്ട് മുമ്പോട്ട് വരുന്നത് അവനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്ക് ഇപ്പോഴത്തെ സൈഡിൽ നിന്ന് വേറെ അടി വരുന്നുണ്ട്. മൊത്തം നമ്മൾ അടിച്ച് തൂഫാനായി പറഞ്ഞു. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിയവനല്ല നമ്മളെ കൊതിരിക്കുന്നത്. സോ എന്തായാലും ഇവൻ എന്ന കില്ല് കിട്ടാത്തത് ഞാൻ വിചാരിച്ചു. ഇവനാണ് സ്പെക്ക് വന്ന്. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ എലിമിനേറ്റ് ആവുകയാണ് ചെയ്തതെന്ന്. ഓക്കെ, കേസ് ഞാൻ എലിമിനേറ്റ് ആയിപ്പോയി. സോ വൻ ദുരന്തം ആയിപ്പോയി, കാരണം സോണിൽ ഞങ്ങൾ ഒരിക്കലും ഞാൻ കളിക്കുന്ന ഒരാളല്ല. ബട്ട് എന്നിട്ട് ഇങ്ങനെ ആയിപ്പോയതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഞാൻ തന്നെയാണ്. ബട്ട് എന്നാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല കിടക്കാച്ചിക്കുന്ന വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു മണ്ടത്തരം നമ്മൾ ഒരിക്കലും തരത്തില്ല. സോ എപ്പോഴൊക്കെ നമ്മൾ എങ്ങനെയൊക്കെ ചാടുന്നു അതൊക്കെ നമ്മൾ നോട്ട് ചെയ്തിട്ട് അടുത്തോട്ട് നമ്മൾ ശരിയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നമ്മളെ കൊല്ലാൻ ആർക്കും കഴിയില്ല. നമ്മൾ ഒരിക്കലും ചാത്തില്ല, ഭൂയെ നമുക്ക് തന്നെയാണ് കേസ്. ഓക്കെ, എന്തായാലും സോണിപ്പെട്ട് നമ്മൾ ഇനി ഒരിക്കലും ചാത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ സ്റ്റോപ്പ് ചെയ്യാണ്. സോ ജസ്റ്റ് ലൈക്ക് ചെയ്ത് പവർ കാണിക്കുക. സോ എന്തായാലും സോണിപ്പെട്ട് ചാത്തിട്ടുള്ള ആൾക്കാരൊക്കെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാം. നമുക്ക് നോക്കാം ആരൊക്കെ ചത്തുന്നു. നമുക്ക് അവർ കിടക്കാച്ച് കേട്ടണം. സോറി, ഓക്കെ.